ഈ മക്കളെ, നിങ്ങൾ ഈ ഉസ്താദിനെ പറ്റിയിട്ട് കേട്ടുകണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഈ ഉസ്താദിനെ പറ്റിയിട്ട് ഒന്ന് കേട്ടാളി. ഈ ഉസ്താദ് പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടാളി. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതാരാ പറഞ്ഞെന്നറിയോ? അത് മത്സ്യത്തിനെ വയറ്റി പോയ നബിനെ കുറിച്ച് അറിയോ? യെസ്. ആ നബി മത്സ്യത്തിന് വയറ്റിലാകപ്പെട്ട സമയത്ത് രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ചില ഉമ്മമാര് പറയും ചോറ് പോയി കഞ്ഞിയായി എന്നറിയും. അതേ അവസ്ഥയാണ് ഇപ്പത്. ചില സമയങ്ങളിൽ അമ്പലത്തില്, ചില സമയങ്ങളിൽ പള്ളിയില്, ചില സമയങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിലും. ഇത് ഏതിലേലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഒക്കെ പോട്ടെ, സ്വന്തം ഈ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് സ്വന്തം ഉമ്മാനെ എങ്ങനെ വേദനിപ്പിച്ചിട്ടും അല്ലെങ്കിൽ മറ്റാ ചെക്കൻ്റെ ഉമ്മാനെ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചിട്ട് നടക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ വേറൊരു വീഡിയോ കണ്ട, അതിൽ പറഞ്ഞത് കേട്ട് പിന്നെ നോമ്പ് ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റാറില്ല എന്ന്. അങ്ങനെ ഒരു സാഹചര്യം ആണിന് ഇന്നേ വരെ ഇല്ല. ആണിന് 30 നോമ്പ് എടുക്കാനുള്ള സാഹചര്യം തന്നെ ഉണ്ട്. മരിക്കാൻ കെടുക്കുകയാണെങ്കിൽ നോമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല കാര്യങ്ങളാണ്. പിന്നെ എവിടെ ആണിന് ഒഴിവ്? പെണ്ണുങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ എന്നാലും ആ പെണ്ണുങ്ങൾ പിന്നീട് നോറ്റ് വീട്ടാൻ നോക്കുന്ന ആൾക്കാരാണ് ഒരുവിധം പെണ്ണുങ്ങളൊക്കെ ഉള്ളത്, സ്ത്രീകൾ. പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കിപ്പോൾ ഈ പറഞ്ഞു തന്നതിൽ എന്താ പറയുക, ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ കോളാമ്പിയിൽ ചോറ് വിളമ്പിയ അവസ്ഥയാണ്. അതാണ് ഇപ്പം ഉണ്ടായത്.